മൂർച്ചയില്ലാത്ത കോടാലി ഉപയോഗിച്ച് ഒരു മനുഷ്യൻ ജോലി ചെയ്യാൻ തുടങ്ങി. വളരെ കഷ്ടപ്പെട്ടിട്ടും വളരെ കുറച്ച് ഭാഗമേ മുറിക്കാൻ കഴിഞ്ഞുള്ളൂ. അപ്പോൾ പ്രായമായ ഒരു വൃദ്ധൻ അതുവഴി വന്നു. വൃദ്ധൻ ആ മനുഷ്യനോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടുന്നത്? താൻ മരം വെട്ടാൻ ശ്രമിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ബുദ്ധിമാനായ വൃദ്ധൻ ഒരു ഇടവേളയെടുത്ത് അവൻ്റെ കോടാലിയുടെ മൂർച്ച കൂട്ടാൻ നിർദ്ദേശിച്ചു. തനിക്കൊരു ഇടവേള എടുക്കാൻ സമയമില്ലെന്ന് മരം വെട്ടുകാരൻ ചിന്തിച്ചുകൊണ്ട് വിശ്രമിക്കാൻ മടിച്ചു. എന്നാൽ കോടാലി മൂർച്ച കൂട്ടുന്നത് യഥാർത്ഥത്തിൽ ജോലി എളുപ്പവും കാര്യക്ഷമവുമാക്കുമെന്ന് ജ്ഞാനിയായ വൃദ്ധൻ വിശദീകരിച്ചു. കൂടാതെ അദ്ദേഹം നിർബന്ധിക്കുകയും ചെയ്തു. മരം വെട്ടുകാരൻ ഒടുവിൽ ഒരു ഇടവേളയെടുത്ത് കോടാലിക്ക് മൂർച്ച കൂട്ടി. അതിനുശേഷം മരം അയാൾ വീണ്ടും മുറിക്കാൻ തുടങ്ങി. മൂർച്ചയുള്ള കോടാലി ഉപയോഗിച്ച് വളരെ എളുപ്പവും വേഗത്തിലും സമയത്തിനുള്ളിൽ തൻ്റെ ജോലി പൂർത്തിയാക്കുകയും ചെയ്തു. നമ്മുടെ ഉപകരണങ്ങളും കഴിവുകളും മൂർച്ച കൂട്ടാൻ നാം സമയം വേർതിരിക്കണം. സ്വയം പരിചരണത്തിനും നൈപുണ്യത്തിനും മുൻഗണന നൽകുക എന്നതാണ് നമുക്കിതിൽ നിന്ന് പഠിക്കാനുള്ളത്. പ്രവൃത്തിയിൽ സാമർഥ്യമുള്ള പുരുഷനെ നീ കാണുന്നുവോ? അവൻ രാജാക്കന്മാരുടെ മുൻപിൽ നിൽക്കും എന്ന് ദൈവവചനവും നമ്മെ പഠിപ്പിക്കുന്നു.